ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 37/23 എന്ന് പറയുന്ന കോഡിലുള്ള ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ 5 എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് നമ്മുടെ ബജറ്റ് എന്ന് പറയുന്ന പോർഷൻ അകത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബജറ്റ്, പബ്ലിക് ഫൈനാൻസ് തുടങ്ങിയ പോർഷനകത്തു നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഡെഫിസിറ്റുകളെ പറ്റിയും ബജറ്റിനെ പറ്റിയും തുടങ്ങിയതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് SCRTs, NCRTs നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടി മാത്രം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് തരാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡെഫിസിറ്റ് എന്താണ്, റെസീപ്റ്റ് എന്താണ്, എക്സ്പെൻഡിച്ചർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഡെഫിസിറ്റുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ അല്ലേ? പക്ഷെ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ കൺവെൻഷനലി കാണുന്ന രീതിയിലല്ല ചോദ്യത്തിന്റെ സ്ട്രക്ചർ. കണ്ടില്ലേ? സാധാരണ പറയും ഈ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഇത് കുറച്ചാൽ ഏത് ഡെഫിസിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് റവന്യൂ റെസീപ്റ്റ്, റിക്കവറി ഓഫ് ലോൺ ആൻഡ് അതർ റെസീപ്റ്റ്. ഈ ഒരു രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത കൺവെൻഷണൽ സ്ട്രക്ചർ അല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യനിൽ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്കതിനെ കൺവെൻഷണൽ സ്ട്രക്ചർ ആക്കണം. കാരണം നമുക്കാണ് എക്സാം എഴുതാനുള്ളത്, നമ്മളാണ് എന്ത് ചെയ്യാനുള്ളത്, മീൻസ് നമ്മളാണ് പഠിക്കുന്നത്, നമ്മളാണ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ആൾക്കാർ അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് PSCക്ക് ഏത് രീതിയിൽ വേണോ ക്വസ്റ്റ്യൻ തരാം. പക്ഷെ നമ്മൾ അതിനെ നമ്മുടെ രീതിയിലോട്ടാക്കി മാറ്റി ആൻസർ കണ്ടെത്താനാണ് ശ്രമിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ കിട്ടണം ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നു, റവന്യൂ എക്സ്പെൻഡിച്ചറും വരുന്നു, പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നു അല്ലെ. ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നു. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നെറ്റ് റവന്യൂ റെസീപ്റ്റ്, റിക്കവറി ഓഫ് ലോൺ. അതിനുശേഷം അതിൽ നിന്ന് എന്ത് കുറയ്ക്കണമെന്നാണ് പറയുന്നത്, റവന്യൂ റെസീപ്റ്റും കുറയ്ക്കണം, അതുപോലെ തന്നെ റിക്കവറി ഓഫ് ലോണും കുറയ്ക്കണമെന്നാണ് പറയുന്നത്. റവന്യൂ റെസീപ്റ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനം. റിക്കവറി ഓഫ് ലോൺ എന്ന് വെച്ചാൽ എന്താ, ഗവൺമെന്റ് വേറെ ഏതോ രാജ്യത്തിനോ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനോ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ള ലോണ് തിരിച്ചു കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെഫിസിറ്റ് ഏതാണ്? ആക്ച്വലി ഇത് എന്താണ്, ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ ഫോർമുല ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഇവിടെ നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫസ്റ്റ് വരി തന്നെ തരുന്നുണ്ട്, മൈനസ് റവന്യൂ റെസീപ്റ്റ് ഉണ്ടല്ലോ, അതാണ് നെറ്റ് റവന്യൂ റെസീപ്റ്റ് ഉണ്ട്. റിക്കവറി ഓഫ് ലോൺ എന്ന് വെച്ചാൽ ഒരാൾക്ക് ലോൺ കൊടുത്തു തിരിച്ചു കിട്ടുന്നു. അപ്പൊ അതൊരു നോൺ ഡെറ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് കടം വരുത്തി വെക്കാത്ത ഒരു വരുമാനം, അതിനെയാണ് നോൺ ഡെറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നോൺ ഡെറ്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറ്റ് എന്ന് വെച്ചാൽ കടം അല്ലേ. അപ്പൊ ഡെറ്റ് റെസീപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വരുമാനം കിട്ടുന്ന വഴി നിങ്ങൾക്ക് ഒരു ബാധ്യത ഇവിടെ ഉണ്ടാകുന്നു. നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നു, നിങ്ങൾക്ക് ഒരു ബാധ്യത, അത് ഡെറ്റ് റെസീപ്റ്റാണ്. അതേസമയം നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നു പക്ഷെ ഒരു ബാധ്യത ഉണ്ടാകുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ, ലോൺ റിക്കവേർഡ്. അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് ലോൺ ആ ടേം യൂസ് ചെയ്യുന്നത്. എന്തിനാ, ലോൺ തിരിച്ചു കിട്ടി, നിങ്ങൾക്ക് റിക്കവർ ചെയ്തു, നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതൊരു ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരാൾക്ക് നിങ്ങൾ കൊടുത്ത ലോൺ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി, അതൊരു നോൺ ഡെറ്റ് റെസീപ്റ്റ് അല്ലേ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി മനസ്സിലാകും. തൽക്കാലത്തേക്ക് മനസ്സിലാക്കിയത് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ടോട്ടലായിട്ട് എടുക്കുന്ന ബോറോയിങ്സ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കി, ഉദാഹരണം, ഗവൺമെന്റിന്റെ മൊത്തം ചിലവ് 100ഉം ഗവൺമെന്റിന്റെ വരുമാനം 80 ആണ്. ബാക്കി 20 രൂപ ഗവൺമെന്റ് എന്ത് ചെയ്യണം, കടം എടുക്കണം, ബോറോയിങ്സ്. ഇവിടെ പറയുന്നുണ്ട്, നോക്കി, ഗവൺമെന്റ് മൊത്തം ചിലവിൽ നിന്ന് മൊത്തം കടമല്ലാതെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഗവൺമെന്റിന്റെ വരുമാനങ്ങൾ കുറയ്ക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം
ടോട്ടൽ എക്സ്പെൻഡിച്ചർ റവന്യൂവും ക്യാപിറ്റലും കൂടെ 100 അതിൽ നിന്ന് റവന്യൂ റെസീപ്റ്റും റിക്കവറി ഓഫ് ലോണും എല്ലാം കൂടെ ചേർക്കുമ്പോഴും ഗവൺമെന്റ് 80 കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാക്കി 20 രൂപ ഗവൺമെന്റിന് ഈ പറയുന്ന 100 എന്ന് പറയുന്ന ചെലവ് മീറ്റ് ചെയ്യാൻ കടം എടുക്കേണ്ടി വരും. ബോറോയിങ്സ് 20 രൂപ ആയിട്ട് വരും. അതാണ് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ധനക്കമ്മി, മലയാളത്തിൽ നമ്മൾ ധനക്കമ്മി എന്ന് പറയും. അപ്പൊ കമ്മി എന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് ആണ്. ചിലവിനേക്കാൾ വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോഴാണ് കമ്മി വരുന്നത്. മനസ്സിലായി? അപ്പൊ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം വരുമ്പോൾ എന്ത് വരും? സർപ്ലസ്. മനസ്സിലായല്ലോ? മിച്ചം വരും. അപ്പോൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി, സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, കൺസ്ട്രക്ഷൻ ഈസ് എ പാർട്ട് ഓഫ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടറിനെ പറ്റിയുള്ള ചോദ്യമാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? പ്രൈമറി സെക്ടറിലെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, നാച്ചുറൽ റിസോഴ്സസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്തൊക്കെ വരും? കൃഷി വരും, ലൈഫ് സ്റ്റോക്ക് അല്ലെ, അനിമൽ ഹസ്ബൻഡറി വരുന്നുണ്ട്, കൃഷി വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, മൈനിങ് അല്ലെ, ഖനനം, ദെൻ ക്വാറിയിങ്, പാറ പൊട്ടിച്ച് പാറക്വാറികൾ, ഇതെല്ലാം പ്രകൃതി വിഭവങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പ്രാഥമിക സോഴ്സ്, നമ്മുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്ന പ്രകൃതിയാണ്. പ്രകൃതി വിഭവങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല. ക്ലിയർ അല്ലേ? അപ്പൊ പ്രാഥമിക മേഖലയാണ് കൃഷി വരുന്നത്, അനിമൽ ഹസ്ബൻഡറി, പൗൾട്രി ഫാമിംഗ്, ഫിഷറീസ്, ദെൻ മൈനിങ്, നമ്മുടെ കുഴിച്ച് മൈനിൽ നിന്ന് സാധനങ്ങൾ മൈൻ ചെയ്തെടുക്കുന്നതോ, പിന്നെ ക്വാറിങ്, പാറക്വാറികൾ, ഇതെല്ലാം പ്രൈമറി സെക്ടറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്താ? സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം ഉപയോഗിച്ച് മറ്റൊന്ന് നിർമ്മിക്കുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ. അതിനാണ് നമ്മൾ വാല്യൂ അഡിഷൻ എന്ന് പറയുന്നത്, മൂല്യവർദ്ധനവ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് സെക്കൻഡറി സെക്ടർ. ഉദാഹരണം, കോട്ടൺ നൂലുപയോഗിച്ച് കോട്ടൺ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു, അയൺ ഉപയോഗിച്ച് സ്റ്റീൽ നിർമ്മിക്കുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ള പൊട്ടറ്റോ യൂസ് ചെയ്ത് ലേസ് നിർമ്മിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്? സെക്കൻഡറി സെക്ടർ, വാല്യൂ അഡിഷൻ. ഇതെല്ലാം നടക്കുന്ന ഇൻഡസ്ട്രി ആണല്ലേ, ഇൻഡസ്ട്രീസിലാണ്. അതുകൊണ്ട് സെക്കൻഡറി സെക്ടർ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയാറുണ്ട്. അവിടെയാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഒന്നുമില്ലായ്മയെന്ന് കെട്ടിപ്പൊക്കുന്നതല്ലേ സാധനങ്ങൾ അല്ലെ. ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ, നിർമ്മാണം നടക്കുന്നു. അപ്പൊ കൺസ്ട്രക്ഷനും സെക്കൻഡറി സെക്ടർ. അപ്പൊ സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. അങ്ങനെയാണെങ്കിൽ പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേര് അഗ്രികൾച്ചർ സെക്ടർ. ഓക്കെ അല്ലെ? അപ്പൊ പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല അല്ലെ. പ്രൈമറി സെക്ടറിൽ വരുന്ന എന്താണ്? അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറിലാണ് വരുന്നത്, അനിമൽ ഹസ്ബൻഡറി അതുപോലുള്ള കാര്യങ്ങൾ അതിലാണ് വരുന്നത്, മൈനിങ് അതിലാണ് വരുന്നത്, ക്വാറിയിങ് അതിലാണ് വരുന്നത്. ഡൗട്ട് ഒന്നുമില്ല. ഇനി സെക്കൻഡറി സെക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്കറിയാം. ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് അല്ലെ. ഈ പറയുന്ന ഒരു സാധനത്തിനെ മറ്റൊന്നാക്കി മാറ്റുന്നു, ഫാക്ടറികൾ, മാനുഫാക്ചറിങ്. ദെൻ അതിനകത്ത് വരുന്ന മറ്റൊന്നാണ് കൺസ്ട്രക്ഷൻ, നിർമ്മാണം. സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അറിഞ്ഞിരിക്കുക, നിർമ്മാണ മേഖല ഏത് മേഖലയാണ്? ദ്വിതീയ മേഖല. ഇനി ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, കുക്കിംഗ് ഗ്യാസ്, ഡ്രിങ്കിങ് വാട്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്ന ഏതിനകത്താണ്? സെക്കൻഡറി സെക്ടറിനാണ്. അപ്പൊ ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ സെക്കൻഡറി സെക്ടറിന്റെ ഭാഗമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. സെക്കൻഡറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. അവിടുത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഇൻഡസ്ട്രിയാണ്. ഇനി ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉൽപാദനമൊന്നും നടക്കുന്നില്ല, അവിടെ സേവനം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ സർവീസ് സെക്ടർ, സേവന മേഖല എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ടെർഷ്യറി സെക്ടറിൽ സേവനം മാത്രമാണ് നടക്കുന്നത്. ബാങ്കിങ്, ടീച്ചിങ്, ഹെൽത്ത്, ടൂറിസം, അതുപോലെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ഫൈനാൻസ്, റിയൽ എസ്റ്റേറ്റ്, ഇതെല്ലാം തന്നെ ടെർഷ്യറി സർവീസ് സെക്ടറിലാണ്. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് ഏത് സെക്ടറാണെന്ന് അറിയാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ പ്രൈമറി, അതുപയോഗിച്ച് വേറൊരു സാധനം നിർമ്മിക്കുന്നതാണെങ്കിൽ സെക്കൻഡറി, സേവനം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ടെർഷ്യറി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ ആൻസർ കൺസ്ട്രക്ഷൻ സെക്കൻഡറി ആണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. ഇവിടെ പറയുന്ന നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നാഷണൽ ഇൻകം നമ്മൾ പറഞ്ഞതാണ്. നാഷണൽ ഇൻകത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ഇൻകം,
പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അല്ലേ? നാഷണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും നമ്മൾ നോക്കുന്നു അല്ലേ? നാഷണൽ ഇൻകം, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഇൻകം കിട്ടും. ഈ പേഴ്സണൽ ഇൻകത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. അതായത് നാഷണൽ ഇൻകം ദേശീയ വരുമാനം, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ പാർട്ട് ഓഫ് പേഴ്സണൽ ഇൻകം. ശരിയാണ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്തോട്ട് മാത്രമുള്ള പേയ്മെന്റിനെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, പെൻഷൻ കൊടുക്കുന്നു. പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് അല്ലേ? സാധാരണ ജനങ്ങൾ, നമ്മളെ പോലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് സാലറി കിട്ടും, പിന്നീട് ഒരു കാലം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷനാണ്. നമ്മൾ എന്തെങ്കിലും സേവനമോ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടാണോ നമുക്ക് പെൻഷൻ കിട്ടുന്ന? അല്ല, നമ്മൾ മുന്നേ ചെയ്ത സേവനത്തിന് നമുക്ക് കിട്ടുന്നതാണ് പെൻഷൻ. അതുകൊണ്ട് അതൊരു ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. പക്ഷെ അത് പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമല്ലേ? ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന ഇൻകത്തിന്റെ ഭാഗമാണോ? ആണ്. പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2, ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്. ഡിസ്പോസിബിൾ ഇൻകത്തിനകത്ത് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് വരുന്നു. ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന പേയ്മെന്റ്. അപ്പൊ ജനങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന വരുമാനം, ജനങ്ങളുടെ കയ്യിലോട്ട് വരുമാനം, പൈസ വരുന്നുണ്ട്. ആ പൈസയിൽ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ജനങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഡിസ്പോസ് ചെയ്യാൻ പറ്റുക, യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്കൊരു വരുമാനം വരുമ്പോൾ ആ വരുമാനത്തിൽ ഞാൻ നികുതി അടച്ചതിന് ശേഷമല്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ സ്വന്തം ആവശ്യത്തിന്. അപ്പൊ ഡിസ്പോസിബിൾ ഇൻകത്തിനകത്ത് ടാക്സ് പേയ്മെന്റ് വരുമോ? എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം, ഞാൻ ടാക്സ്, ഇപ്പോൾ എനിക്ക് 100 രൂപ കിട്ടി, ഞാൻ 20 രൂപ ടാക്സ് കൊടുത്തു, 80 രൂപയല്ലേ എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം. ഇതിനകത്ത് ടാക്സ് വരുമോ? ഇല്ല, എക്സ്ക്ലൂഡഡ് അല്ലേ. ഡിസ്പോസിബിൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻകം, അതിനകത്ത് നികുതി വരില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡിസ്പോസിബിൾ ഇൻകം ഇൻക്ലൂഡ് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് തെറ്റാണ്. ഇനി NNP at factor cost include indirect tax payment. NNPFC നമ്മൾ പറഞ്ഞു. NNP, വേറൊരു കാര്യം ശ്രദ്ധിക്കുക, NNPFC, GNPFC, GDPMP, GDPFC എന്നിങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. NNPFC എന്ന് കേട്ടിട്ടുണ്ട്, NNPMP എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ GNPFC എന്ന് കേട്ടിട്ടുണ്ട്, GNPMP എന്ന് കേട്ടിട്ടുണ്ട്, ദെൻ GDPFC എന്ന് കേട്ടിട്ടുണ്ട്, GDPMP എന്ന് കേട്ടിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ പിന്നെ വേറെന്തുണ്ട്? NNPFC, NNPMP, GDPFC, GDPMP, GNPMP, GNPFC, പിന്നെ അതിനുശേഷം NDPMP, NDPFC. ഇത്രയും സാധനങ്ങളാണ് നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. പല പല ഫോർമുലാസ് യൂസ് ചെയ്ത് ഇതിലെല്ലാം എത്തുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നോക്കാം, ഇത് എങ്ങനെയൊക്കെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളല്ല. ഇവിടെ ഞാൻ ഇത്രയും എഴുതാൻ കാരണം, നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ, ഈ പറയുന്ന 8 കാര്യങ്ങളുണ്ടല്ലോ, NNPFC, NNPMP, GNPFC, GNPMP, ഇതിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ വരുമാനം ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഒഫീഷ്യൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഏതാ? അത് NNPFC ആണ്. NNPFC ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? NNPFC ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്. NNPFCയിൽ ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് വരുന്നുണ്ട്. നമ്മൾ NNPFCയുടെയും അതുപോലെ തന്നെ NNPMPയുടെയും ഫോർമുല നമ്മൾ പഠിച്ചതാണ്. NNPFCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് NNPMP കിട്ടുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന NNPFCയിൽ ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്, ഉണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കിയേ, NNPFCയുടെ കൂടെ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് MP കിട്ടത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? മാർക്കറ്റ് പ്രൈസിൽ, ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്ന NNPMP ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് എന്ന് ചോദിച്ചാൽ ശരിയാണ്. മാർക്കറ്റ് പ്രൈസിൽ ശ്രദ്ധിക്കുക, ഒരു വസ്തുവിന്റെ മാർക്കറ്റ് പ്രൈസ്, അപ്പൊ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും, FCയും MPയും തമ്മിലുള്ള വ്യത്യാസം, ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് വരില്ല, മാർക്കറ്റ് പ്രൈസിൽ ടാക്സ് വരും. ഇവിടെ NNP at ഫാക്ടർ കോസ്റ്റ്, ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വസ്തു നിർമ്മിക്കാൻ ചിലവായ കോസ്റ്റ്, അതിൽ ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്സ് ഉണ്ട്. ശരിയാണോ? അല്ല, തെറ്റ്. ഒരിക്കലും ഫാക്ടർ കോസ്റ്റിൽ ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ് വരില്ല, മാർക്കറ്റ് പ്രൈസിൽ മാത്രമേ ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്സ് വരുന്നു. ഇതും തെറ്റാണ്. രണ്ടാമത്തെ തെറ്റാണ്. ഒന്നാമത്തെ മാത്രം ശരി. ഓപ്ഷൻ A ഓൺലി 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് അല്ലേ? ഇത് നമുക്ക് നാഷണൽ ഇൻകം പോർഷൻ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ തൽക്കാലം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ GDPയുടെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ. GDP നിങ്ങൾക്ക് അറിയാമല്ലോ, ദേശീയ വരുമാനം. നമ്മുടെ GDPയിൽ പ്രൈമറി സെക്ടറും
സെക്കൻഡറി സെക്ടറും ടേഴ്സറി സെക്ടറും 3 മേഖലയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ GDP-യിൽ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷനെ പറ്റിയുള്ള വ്യത്യാസത്തിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം. അതായത് മുന്നേ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നിന്ന് ഇന്നത്തെ കാലം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കാലം കഴിയും തോറും പ്രാഥമിക മേഖല നമ്മുടെ വരുമാനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നു. ശരിയല്ലേ? കാരണം നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു അല്ലേ. കാരണം അഗ്രികൾച്ചർ ആയിരുന്നു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. ഇന്ന് നമ്മൾ എന്താണ്, ഒരു സർവീസ് ഓറിയന്റഡ് എക്കണോമി, സേവന മേഖലയാണ് പ്രധാനപ്പെട്ടത്. വരുമാനത്തിൽ അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറിന്റെ ഷെയർ കാലം കഴിയും തോറും കുറഞ്ഞു വരുന്നു, സേവന മേഖല കൂടി പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം, ശരിയാണ്. രണ്ടാമത്തത്, ദ പെർസെൻറ്റേജ് ഷെയർ ഓഫ് സെക്കൻഡറി സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം, ശരിയാണ്. കാരണം പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1991 എക്കണോമിക് റിഫോംസിന് ശേഷം വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെക്കൻഡറി സെക്ടർ വലിയ രീതിയിലുള്ള വളർച്ചയൊന്നും ഒന്നാമത് നേടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മുടെ സെക്കൻഡറി സെക്ടർ സ്റ്റാഗ്നന്റ് ഗ്രോത്ത് മാത്രമാണ് സെക്കൻഡറി സെക്ടറിൽ ഉള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി സെക്ടറിന്റെ ഷെയറും കുറഞ്ഞു വരുന്നുണ്ട്. കൂടുന്ന ഏതാണ്, സർവീസ് സെക്ടർ മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും ഷെയർ വരുമാനത്തിന്റെ കാര്യത്തിൽ കുറയുന്നു, പക്ഷേ ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഹാസ് ഡിക്ലൈൻഡ് ഓവർ ടൈം എന്ന് പറയുന്ന തെറ്റാണ്. സേവന മേഖലയുടെ ഷെയർ കുറെ കാലം മീൻസ് അതായത് നമ്മുടെ ഇന്ത്യയിൽ കുറഞ്ഞു വരുന്നു, കുറെ കാലം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു, അതായത് മുന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സേവന മേഖലയുടെ ഷെയർ വരുമാനത്തിൽ കുറഞ്ഞു എന്ന് പറയുന്ന തെറ്റാണ്. അതേസമയം പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും വരുമാനത്തിലുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിലും സേവന മേഖല ഇപ്പോഴും സ്റ്റിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സേവന മേഖല തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 192, ഓപ്ഷൻ സി 192 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RBI നമ്മുടെ മണി സപ്ലൈ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മണി സപ്ലൈ, രാജ്യത്ത് മണി സപ്ലൈ പൈസയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി RBI താഴെ പറയുന്ന ഏത് കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുക? നിങ്ങൾക്കറിയാം മോണിറ്ററി പോളിസി അല്ലെ, പണനയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ എന്താ പണനയം, എന്താ മോണിറ്ററി പോളിസി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അതായത് നമ്മുടെ ലിക്വിഡിറ്റി, ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശും കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശും, അതായത് എക്കണോമിയിലോട്ട് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ കാശ് എത്തിക്കണമോ അതോ ജനങ്ങളുടെ കയ്യിലെ കാശ് അബ്സോർബ് ചെയ്തുകൊണ്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. എക്കണോമിയിലെ മണി സപ്ലൈ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി. ഇവിടെ പറയുന്നത് താഴെ പറയുന്നതിൽ എന്ത് RBI മോണിറ്ററി പോളിസി വഴി നടപ്പിലാക്കുമ്പോഴാണ് മണി സപ്ലൈ കുറയുന്നത്, ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയ്ക്കാനുള്ള മാർഗം ഏതൊക്കെയെന്നാണ് ചോദ്യം. അത് എന്തൊക്കെ ഒരുമിച്ച് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്ന്, റെഡ്യൂസ് ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു, റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്നു. റിവേഴ്സ് റിപ്പോ റേറ്റ്, അതിനുശേഷം ഇൻക്രീസ് റിസർവ് റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട്. ഒന്നാമത്തെ വരി തന്നെ നമുക്ക് നോക്കാം, റെഡ്യൂസ് റിവേഴ്സ് റിപ്പോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സ് റിപ്പോ കുറയ്ക്കുമ്പോൾ, റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ എന്ന് വെച്ചാൽ ബാങ്കുകൾ RBIയിൽ കൊണ്ട് സൂക്ഷിക്കുന്ന കാശ്, അതായത് ബാങ്കുകൾ RBIക്ക് കടം കൊടുക്കുന്ന പോലെ RBIയിൽ പൈസ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അതിന് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ പറയുന്ന റെഡ്യൂസ് ദ റിവേഴ്സ് റിപ്പോ, റിവേഴ്സ് റിപ്പോ കുറയുന്നു, അതായത് ബാങ്കുകൾ RBIയിൽ പൈസ സൂക്ഷിക്കുമ്പോൾ RBI ബാങ്കുകൾ കൊടുക്കുന്ന പലിശ കുറയ്ക്കുന്നു. ഞാൻ ഇനി കുറച്ച് പലിശയെ നിങ്ങൾക്ക് തരത്തുള്ളൂ എന്ന് RBI ബാങ്കുകളോട് പറയുന്നു. അപ്പൊ ബാങ്കുകൾക്ക് തോന്നും നമ്മൾ എന്തിനാ പിന്നെ RBIയിൽ കൊണ്ട് പലിശ വയ്ക്കുന്ന, പൈസ കടം കൊടുക്കുന്നത്, നമുക്ക് പകരം ജനങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുത്താൽ നമുക്ക് കൂടുതൽ പലിശ കിട്ടത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ജനങ്ങൾക്ക് ബാങ്കുകൾ കൂടുതൽ പലിശ കൊടുക്കും. അപ്പൊ റിവേഴ്സ് റിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ ജനങ്ങൾക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നു, എക്കണോമിയിൽ മണി സപ്ലൈ കൂടുന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് തെറ്റല്ലേ? നമുക്കിവിടെ മണി സപ്ലൈ കുറയ്ക്കാനുള്ള മാർഗമാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ്യൂസ് ദ റിവേഴ്സ് റിപ്പോ, ശരിയാണോ? റിവേഴ്സ് റിപ്പോ കുറയ്ക്കുമ്പോൾ ബാങ്കുകൾ RBIക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ജനങ്ങൾക്ക് കൊടുക്കും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. രണ്ട്, ഇൻക്രീസ് ദ റിപ്പോ റേറ്റ്. രണ്ടാമത് പറയുന്നത് എന്താ? ഇൻക്രീസ് റിപ്പോ റേറ്റ്, റിപ്പോ റേറ്റ് കൂട്ടുന്നു. അപ്പൊ എന്താ റിപ്പോ റേറ്റ്? RBI
ബാങ്കുകൾക്ക് പൈസ കടം കൊടുക്കുമ്പോൾ ബാങ്കുകൾ RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ബാങ്കുകൾ എന്തിനാ RBIയുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കുന്നത്? ബാങ്കുകൾക്ക് ജനങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ, ലോൺ കൊടുക്കണമെങ്കിൽ പൈസ വേണം കയ്യിൽ. അപ്പോൾ ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ബാങ്കുകൾ RBI അടുത്ത് പോയിട്ട് പറയും നമുക്ക് കുറച്ച് പൈസ കടം തരണം. RBI പൈസ കടം കൊടുക്കുന്നു, പക്ഷെ ഉയർന്ന പലിശ വാങ്ങും. ഉയർന്ന പലിശ വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ജനങ്ങൾക്കും ഉയർന്ന പലിശയിലല്ലേ ലോൺ കൊടുക്കാൻ പറ്റൂ. ഉയർന്ന പലിശയിൽ ജനങ്ങൾ ലോൺ വാങ്ങാൻ തയ്യാറാകും ഇല്ല. ജനങ്ങൾ പൈസ വേണ്ട എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശ് കുറയുന്നു അല്ലെ. റിപ്പോ റേറ്റ് കൂടുമ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ലോണിന്റെ പലിശ നിരക്കും കൂടും. അപ്പോൾ ജനങ്ങൾ കാശ് ലോൺ എടുക്കുന്ന കുറയുന്നു. അപ്പോൾ മണി സപ്ലൈ കുറയില്ലേ? ശരി, ഒന്നാമത്തെ ശരി. രണ്ടാമത്തെ ശരിയാണോ നോക്കാം. ഇൻക്രീസ് റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ CRR കൂട്ടുന്നു. CRR എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അതും കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ബാങ്കുകൾ കരുതലായിട്ട് സൂക്ഷിക്കുന്ന പൈസ. ബാങ്കുകൾ വരുന്ന ഡെപ്പോസിറ്റ് മുഴുവനായിട്ട് ലോണായിട്ട് കൊടുക്കാറില്ല, കരുതൽ മാറ്റി വെക്കാറുണ്ട്. അപ്പൊ കരുതൽ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബാങ്കിലോട്ട് 100 കോടി രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് വന്നു. മുന്നേ ഒരു 20 രൂപ കരുതലായിട്ട് വെച്ചിട്ട് ബാക്കി 80 ലോണായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പൊ കരുതൽ കൂട്ടി, ഒരു 40 ആയിട്ട് കൂട്ടി. അപ്പൊ ഇനി ജനങ്ങൾക്ക് 60 രൂപ ലോൺ കൊടുക്കാൻ പറ്റും. അപ്പൊ ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശ് കുറഞ്ഞില്ലേ? മണി സപ്ലൈ കുറഞ്ഞില്ലേ? അപ്പൊ രണ്ടാമത്തതും ശരി. അടുത്ത് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട്. അതും നമ്മൾ പറഞ്ഞതാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഇത് തെറ്റെന്ന് പറഞ്ഞു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതിനകത്ത് സെയിൽ ഓഫ് ബോണ്ട് എന്ന് വെച്ചാൽ RBI എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോക്കിയതാണ്. RBI ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുന്നു. അപ്പൊ ജനങ്ങൾ ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ബോണ്ടുകൾ വിൽക്കുന്നു. ജനങ്ങൾ അവരുടെ കയ്യിലെ കാശ് RBIക്ക് കൊടുത്തിട്ട് ബോണ്ടിങ് മേടിക്കും. അപ്പം എന്താണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോണ്ട് എന്ന് വെച്ചാൽ ജനങ്ങൾ അവരുടെ കയ്യിലെ കാശ് കൊടുത്ത് ബോണ്ട് മേടിക്കും. RBI ഗവൺമെന്റ് ബോണ്ടുകൾ ജനങ്ങൾക്ക് വിൽക്കുന്നു. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയുന്നു. മണി സപ്ലൈ. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3ഉം ഒരുമിച്ച് നടപ്പിലാക്കിയാൽ എക്കണോമിയിൽ മണി സപ്ലൈ കുറയും അല്ലെ. ഇതല്ലേ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ. അപ്പൊ 2 ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. 1 തെറ്റും 2 ശരിയും. ഇനി നമുക്ക് എലിമിനേഷൻ പറ്റുമോ നോക്കിയേ. ഇത് എലിമിനേറ്റ് ചെയ്യാം, കാരണം 1 വരത്തില്ല. B എലിമിനേറ്റ് ചെയ്യാം, ശരിയാണ് അല്ലെ. ഇനി 2 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ D. അപ്പൊ നമുക്ക് മൂന്നാമത്തെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബെസ്റ്റ് കോമ്പിനേഷൻ മണി സപ്ലൈ, RBIയുടെ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന 3 സാധനങ്ങൾ ഒരുമിച്ച് നടപ്പിലാക്കുമ്പോഴാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള നമ്മുടെ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ ചോദ്യ പേപ്പറിൽ 5 പ്രധാനപ്പെട്ട എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി നിലവിൽ നടത്തിയിട്ടുള്ള പ്രിലിമിനറി എക്സാംസിന്റെ ചോദ്യങ്ങൾ, എക്കണോമിക്സ് ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി വരുന്ന ദിവസം നമുക്ക് SCERT NCERT ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ അതിനിടയ്ക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയിലുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ മെയിൻസ് എക്സാമിന്റെ, ശ്രദ്ധിക്കുക, മെയിൻസ് എക്സാമിന്റെ എക്കണോമിക്സ് ചോദ്യങ്ങളും എക്സ്പ്ലനേഷൻസും ഉൾപ്പെടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ, അധികം വൈകാതെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ SCERT, അതായത് നമ്മുടെ സിലബസിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.